രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, എന്താ പ്രചരിപ്പിച്ചത് പ്രതിപക്ഷ നേതാവ്? ഈ അമുസ്ലിം അംഗങ്ങളെ നിയമിക്കാൻ വേണ്ടി സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞു. സർക്കാർ എന്താ ഹൈക്കോടതിയിൽ പറഞ്ഞത്? ഇപ്പോൾ വന്ന കേസ് തള്ളിക്കളയണമെന്നാണ് പറഞ്ഞത്. ആണല്ലോ. അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പോൾ ഉള്ള 4 കേസുകൾ തള്ളിക്കളയണം ഹൈക്കോടതിയിൽ. വഖഫ് ബോർഡ്, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് നിയമിച്ച വഖഫ് ബോർഡ് നേരെ സുപ്രീം കോടതിയിൽ പോയി. എന്നിട്ട് അവരെ പ്രവർത്തനം ഫ്രീസ് ചെയ്തു ഹൈക്കോടതി. എന്നിട്ട് പറഞ്ഞു സംസ്ഥാന സർക്കാർ കേസ് തള്ളിക്കളയണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ഹൈക്കോടതി അത് തള്ളിക്കളയാതെ അവരുടെ പ്രവർത്തനം മന്ദീഭവിപ്പിച്ചു എന്ന പ്ലീസ് നോ പറഞ്ഞു, കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോൾ സംസ്ഥാന സർക്കാർ ഈ കേസ് തള്ളിക്കളയണം എന്ന് ഹൈക്കോടതിയിൽ പറഞ്ഞു വന്ന പിന്നെ എന്താ അതിൻ്റെ അകത്ത് വിവാദം? രണ്ടാമത്തെ കാര്യം ഈ വഖഫ് ബോർഡ്, LDF സർക്കാർ വെച്ച വഖഫ് ബോർഡ് അവിടെ പറഞ്ഞെന്താണെന്നറിയോ? ഞങ്ങൾ ചെയ്തോളാം, ഈ 2 പേരെ കൂടി വെച്ചുകൊണ്ട്, അമുസ്ലിങ്ങളായ ആളുകളെ കൂടി വെച്ചുകൊണ്ട് ഞങ്ങളിത് പുനഃസംഘടിപ്പിച്ചു കൊള്ളാം. മൂന്നാമത് പറഞ്ഞൊരു കാര്യം അറിയാമോ? ഇത് പുതിയ സർക്കാർ അത് ചെയ്യാത്തത്, അത് പുതിയ സർക്കാർ വന്നതുകൊണ്ടാണ് അത് ചെയ്യാത്തത്, ഈ 2 അമുസ്ലിങ്ങളെ വെക്കാത്തത് എന്നാണ് വഖഫ് ബോർഡ് പറഞ്ഞത്. അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ട്. ഇനി ഇത് കൂടി കേട്ടോ. കഴിഞ്ഞ വഖഫ് ബോർഡിൻ്റെ കാലാവധി കഴിഞ്ഞതെന്നാ 14/12/2024 ഡിസംബർ 24 കഴിഞ്ഞു. സാധാരണഗതിയിൽ കാലാവധി കഴിയും മുമ്പ് തന്നെ അത് പുനഃസംഘടന നടപടി തുടങ്ങും. 4 മാസത്തിനകം ബോർഡ് വരുമെന്ന് 29/11/24 സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. 24 വർഷത്തിൽ പുതിയ ബോർഡ് അന്ന് രൂപീകരിച്ചിരുന്നെങ്കിൽ അതിൻ്റെ കാലാവധി കഴിയുമ്പോൾ അത് നിലനിൽക്കുമായിരുന്നു. സർക്കാർ ചെയ്തതെന്താ? ഈ പുതിയ ഭേദഗതി, വഖഫിലെ ഭേദഗതി വരുന്നത് വരെ കാത്തിരുന്നു. ഭേദഗതി വന്നത് 8/4/2025 4 മാസം. അത് കഴിഞ്ഞിട്ട് പുതിയ ബോർഡിന് രൂപം നൽകിയത് 4/2/26 അപ്പോൾ 14/12/24 കാലാവധി കഴിഞ്ഞിട്ട് പുനഃസംഘടിപ്പിക്കാതെ 4/2/26 പുനഃസംഘടിപ്പിച്ചപ്പോഴാണ് ഈ ഭേദഗതിയുടെ പ്രശ്നം വന്നത്. മനസ്സിലായ? എല്ലാ അംഗങ്ങളെയും നോമിനേറ്റ് ചെയ്യാൻ അവസരം ലഭിക്കാനായിട്ടാണ് പുതിയ ബോർഡ് രൂപീകരണം വൈകിപ്പിച്ചത്. മനസ്സിലായില്ലേ? അത് പ്രതിപക്ഷ അംഗങ്ങൾ പല രീതിയിൽ ബോർഡ് രൂപീകരിച്ചാൽ പ്രതിപക്ഷ അംഗങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ് സർക്കാർ ആ തീരുമാനം വൈകിപ്പിച്ചത്. ആ തീരുമാനമാണ് ഇതിൻ്റെ മുഴുവൻ കാര്യം. പിന്നെ ഇപ്പം എന്താ കോടതി പറഞ്ഞിരിക്കുന്ന? സുപ്രീം കോടതി തിരിച്ചയച്ചല്ലോ. ഇവിടെ തിരിച്ചയച്ചപ്പോൾ എന്താ സുപ്രീം കോടതി പറഞ്ഞത്? ഈ സെക്ഷൻ 14 ഇടപെട്ടില്ല. അതായത് മിനിമം അംഗങ്ങൾ, അമുസ്ലിം അംഗങ്ങൾ 2 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നിയമത്തിൽ. അതായത് 7 വരെ ആവാം. 7 വരെ ആയ വഖഫിലെ ഭൂരിപക്ഷം അമുസ്ലിങ്ങൾക്കാവും വഖഫ് ബോർഡിൽ. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു മിനിമം എന്നുള്ളത് 3 ഈ 14 ഇടപെട്ടില്ല. ഇത് മാത്രം വെച്ചു 3 പേര് മാക്സിമം എന്നുള്ളത് 3 മാക്സിമം 7 വരെ പോകാമായിരുന്നത് 3 മാക്സിമം 3 പോകാൻ പറ്റുള്ളൂ, മിനിമം 2 ആക്കി. അതിൻ്റെ അർത്ഥം എന്താ? അത് ചെയ്യണമെന്ന് കോടതിയുടെ വിധി വരട്ടെ. ഇതാണ് വഖഫ് ബോർഡ് എടുത്ത സ്റ്റാൻഡ്. വഖഫ് സംബന്ധിച്ച് യഥാർത്ഥത്തിൽ ഉന്നയിക്കപ്പെട്ട പ്രശ്നത്തിന് ഒരു മറുപടിയും ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ചില സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ ആധികാരികമെന്ന മട്ടിൽ അവതരിപ്പിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തത്. പ്രധാനപ്പെട്ട പ്രശ്നം കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ നടത്തിയതായിരുന്നു. സുപ്രീം കോടതി ആ കേസ് തള്ളിയിരിക്കുന്നു, ഡിസ്മിസ് ചെയ്തു. അതുകൊണ്ട് ബൈൻഡിങ് ആണ്, നോൺ മുസ്ലിമുകൾ ഉൾപ്പെടുത്തുന്നത് ബൈൻഡിങ് ആണ് എന്നാണ് മുഖ്യമന്ത്രി ആധികാരികമായിട്ട് പറഞ്ഞത്. ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ആരോ ഒരാൾ അത് ചോദിക്കാൻ ശ്രമിക്കുന്നത് കേട്ടു. അപ്പോൾ അരി എത്ര എന്ന് ചോദിച്ചപ്പോൾ പയറഞ്ഞാഴി എന്ന മറുപടിക്കാണ് മുഖ്യമന്ത്രി തുനിഞ്ഞത്. ആ പ്രശ്നം തൊട്ടേയില്ല. ആ നേരത്തെ പറഞ്ഞ പ്രസ്താവന ശരിയോ തെറ്റോ അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാം, ഞാൻ ഇതല്ല ഉദ്ദേശിച്ചത്, വേറെ കേസായിരുന്നു, മാറിപ്പോയതാണ്. അങ്ങനെ പറയുന്നതിന് പകരം അത് സംബന്ധിച്ച് ഒരു നിലപാടും പറഞ്ഞില്ല. എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ അത് സംബന്ധിച്ച് പറഞ്ഞ അതേ നിലപാടിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ധാരണ ഈ കേസ് തള്ളിപ്പോയിരിക്കുന്നതാണ്. അതുകൊണ്ട് പിന്നെ 14 അനുസരിച്ചുള്ള ബൈൻഡിങ് ആണ്. അങ്ങനെ വരുമ്പോൾ നോൺ മുസ്ലിമിനെ ഉൾപ്പെടുത്തണം. ആ ധാരണയാണ് ഹൈക്കോടതിയിലെ അഫിഡാവിറ്റിലും പറഞ്ഞിരിക്കുന്നത്, സുപ്രീം കോടതിയിലും ആധികാരികമായി പറഞ്ഞത്, ഇപ്പോൾ അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയിൽ ആവർത്തിച്ചത്. എന്നുവെച്ചാൽ 2
നോൺ മുസ്ലിമുകളായ ആളുകളെ ഉൾപ്പെടുത്തും എന്ന 14 വ്യവസ്ഥ പൂർണ്ണമായിട്ട് അംഗീകരിച്ചു. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇപ്പൊ ഇവര് കേസിന് പോയല്ലോ, ഇപ്പൊ വഖഫ് ബോർഡ് കേസിന് പോയപ്പോഴും 14 തൊട്ടിട്ടില്ലല്ലോ. അദ്ദേഹം ഒരു അഭിഭാഷകനായിരുന്ന ആളല്ലേ. അപ്പോ 14 തൊടോ ഇല്ലയോ എന്നുള്ളത് എല്ലാവർക്കും അറിയാൻ പറ്റുന്നതാണല്ലോ. 14 ഇവരാണോ നോക്കുന്നത്? അത് വളരെ വിശദമായി ഒക്ടോബർ 25 വാദം കേൾക്കാൻ സുപ്രീം കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസിനകത്ത് നേരെ ഈ കേരളത്തിന്റെ വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ മരവിപ്പിച്ചത് ചോദ്യം ചെയ്യുന്ന ഹർജി അതാണോ പരിഗണിക്കാൻ പോകുന്നത്? യഥാർത്ഥത്തിൽ അല്പമെങ്കിലും ഈ പറഞ്ഞതിനോട് വാക്കുപാലിക്കുന്നുവെങ്കിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഈ മുന്നണി മുസ്ലിം താല്പര്യവും വിശ്വാസികളുടെ പൊതുവായ താല്പര്യത്തോടൊപ്പം നിന്നിരുന്നുവെങ്കിൽ അവര് കോടതിയിൽ പറയേണ്ടിയിരുന്നത് സുപ്രീം കോടതി ഇത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. സുപ്രീം കോടതി പരിശോധിക്കുന്നത് കൊണ്ടാണ് ഞങ്ങളും കേരളവും തമിഴ്നാടും ഒഴിവുകൾ ഇട്ടിരിക്കുന്നത്. സുപ്രീം കോടതി വിധി വരുന്നത് വരെയെങ്കിലും തലസ്ഥിതി തുടരാൻ അനുവദിക്കണമെന്ന് പറയുന്നതിന് പകരം 14 വകുപ്പ് കർക്കശമായും ഉൾക്കൊണ്ടുകൊണ്ട് വഖഫ് ബോർഡ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമെന്ന് എഴുതി കൊടുത്തിരിക്കുന്നു. ആ 14 വകുപ്പ് പൂർണ്ണമായിട്ടും നോൺ മുസ്ലിം ഉൾപ്പെടുത്തുന്നതാണ്.